നമസ്കാരം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് യു.പി.എസ്.സി. സിവിൽ സർവീസ് പരീക്ഷയിലെ ഇന്ത്യൻ എക്കണോമി സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പരിണാമം. പ്രത്യേകിച്ചും പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്കുള്ള ആ ഒരു വലിയ മാറ്റം. ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിന്റെ ഓരോ വശവും കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കാം. ഈ വിഷയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കിതിനെ 4 ഭാഗങ്ങളായി തിരിക്കാം. ഇങ്ങനെ ഘടന തിരിക്കുന്നത് മെയിൻസ് പരീക്ഷയിൽ ഒരു ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതി പിന്തുടരാൻ വളരെ സഹായകമാകും. ഒന്നാമതായി നമ്മൾ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചും അത് ഫിനാൻസ് കമ്മീഷനുമായി എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചു, എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടു എന്ന് നോക്കും. രണ്ടാമതായി ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണത്തിൽ വന്ന പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കും. മൂന്നാമതായി വികേന്ദ്രീകരണത്തിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവസാനമായി നീതി ആയോഗ് എന്ന പുതിയ സംവിധാനത്തെക്കുറിച്ചും അത് മുന്നോട്ട് വയ്ക്കുന്ന സഹകരണ ഫെഡറലിസം എന്ന ആശയത്തെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആസൂത്രണത്തിന്റെ അടിസ്ഥാനവും അതിലെ വെല്ലുവിളികളും. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാനമായും 2 അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇവയുടെ പ്രവർത്തന രീതിയും ഇവ തമ്മിൽ ചിലപ്പോഴൊക്കെയുണ്ടായ തർക്കങ്ങളുമാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആദ്യഘട്ടത്തെ നിർവചിച്ചത്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ 2 പ്രധാന സ്ഥാപനങ്ങൾ ഇവയാണ്. 1. ഫിനാൻസ് കമ്മീഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 280 പ്രകാരമാണിത് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ജോലി എന്തായിരുന്നു? കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എങ്ങനെ വീതിക്കണമെന്ന് ശുപാർശ ചെയ്യുക. ഇനി രണ്ടാമത്തേത് 1950-ൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷൻ. ഇതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിരുന്നു. അതായത് ഭരണഘടനയിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതിന്റെ പ്രധാന ജോലി രാജ്യത്തിന്റെ വികസനത്തിനായി പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുകയും അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയുമായിരുന്നു. ഈ ഒരു വാക്ക് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇത് പ്രിലിംസ് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഭരണഘടനയിൽ നേരിട്ട് പറയാത്ത എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ, അതായത് സർക്കാർ ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമത്തിലൂടെയോ രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഇങ്ങനെ പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അതുപോലെ ഇന്നത്തെ നീതി ആയോഗൊക്കെ സർക്കാർ ഉത്തരവിലൂടെ വന്ന സ്ഥാപനങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. പ്രധാന പ്രശ്നം ഇതായിരുന്നു: വികസന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്ന കാര്യത്തിൽ അവർക്ക് വലിയൊരു നിയന്ത്രണം വന്നു. ഭരണഘടനാ പ്രകാരം വിഭവങ്ങൾ വിഭജിക്കേണ്ട ഫൈനാൻസ് കമ്മീഷന്റെ അധികാരപരിധിയിലേക്ക് ഇത് കടന്നുകയറുന്നു എന്നൊരു വിമർശനം അക്കാലത്ത് ശക്തമായിരുന്നു. ഈ ഒരു അധികാരതർക്കം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു 2002-ൽ ഒരു ശ്രമം നടന്നത്. അതിന്റെ ഭാഗമായി പ്ലാനിംഗ് കമ്മീഷനിലെ ഒരംഗത്തെ ഫൈനാൻസ് കമ്മീഷനിലും ഉൾപ്പെടുത്തി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്: ദീർഘവീക്ഷണത്തിലെ വെല്ലുവിളികൾ. ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ദീർഘകാലത്തേക്കുള്ളൊരു കാഴ്ചപ്പാട് അത്യാവശ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് കാലം കഴിയുന്തോറും ഈയൊരു ദീർഘവീക്ഷണം കുറഞ്ഞുവന്നു എന്നൊരു വിമർശനം നിലവിലുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ദീർഘകാല ആസൂത്രണ കാഴ്ചപ്പാടിന് ഒരു പ്രതിസന്ധി നേരിട്ടത്? ഇതിനു പിന്നിൽ ഒറ്റപ്പെട്ട കാരണങ്ങളല്ല, മറിച്ച് വ്യവസ്ഥാപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടുത്തതായി നമുക്ക് അവ ഓരോന്നായി നോക്കാം. ദീർഘകാല കാഴ്ചപ്പാട് നഷ്ടപ്പെടാൻ പ്രധാനമായും 4 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമതായി, ഒരു പഞ്ചവത്സര പദ്ധതി പൂർത്തിയാവുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങൾ പൂർണ്ണമായി വിലയിരുത്തുന്നതിന് മുൻപ് തന്നെ അടുത്ത പദ്ധതി തുടങ്ങുന്ന ഒരു രീതിയുണ്ടായിരുന്നു. രണ്ടാമതായി, രാജ്യവ്യാപകമായി ഡേറ്റ ശേഖരിക്കാൻ ഒരു കേന്ദ്രീകൃത ഏജൻസിയുടെ അഭാവം. മൂന്നാമതായി, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിലുണ്ടായ കാലതാമസം. നാലാമതായി, വേഗത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ കുറവ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു പദ്ധതി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായൊരു ഫീഡ്ബാക്ക് സംവിധാനമില്ലായിരുന്നു. ഇത് ആസൂത്രണത്തിന്റെ കാര്യക്ഷമതയെ കാര്യമായി ബാധിച്ചു. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നില്ല. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി എടുത്തു നോക്കിയാൽ അതിൽ 20 വർഷം മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? തുടക്കത്തിൽ ഇന്ത്യക്ക് ദീർഘകാല ആസൂത്രണത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് പിന്നീട് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? കാലക്രമേണ ആസൂത്രണമെന്നത് കേവലം 5 വർഷത്തെ ലക്ഷ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദീർഘകാല പദ്ധതികൾക്ക് ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സർക്കാരുകൾക്ക് ആത്മവിശ്വാസം കുറഞ്ഞു. 2, രാജ്യത്തുണ്ടായ രാഷ്ട്രീയമായ അസ്ഥിരതകൾ. ഇവ രണ്ടും ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വലിയ തടസ്സമായി. തീർച്ചയായും ഈ പോരായ്മകൾ പരിഹരിക്കാൻ കാലാകാലങ്ങളിൽ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്.
ദീർഘകാല ആസൂത്രണം ശക്തിപ്പെടുത്താനായി 1970കളിൽ പ്ലാനിംഗ് കമ്മീഷനിൽ തന്നെ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ എന്നൊരു വിഭാഗം തുടങ്ങി. ഡാറ്റാ ശേഖരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി 2000-ൽ സി രംഗരാജന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഒരു കേന്ദ്രീകൃത സംവിധാനം വേണമെന്ന് ശുപാർശ ചെയ്തു. പിന്നീട് 10ാം പഞ്ചവത്സര പദ്ധതി മുതൽ പദ്ധതിയുടെ പുരോഗതി കൃത്യമായി അളക്കാൻ മോണിറ്ററബിൾ ടാർഗറ്റ്സ് എന്ന ആശയം കൊണ്ടുവന്നു. ഇപ്പോൾ കേന്ദ്ര ബജറ്റുകളിലൊക്കെ കാണുന്ന പെർഫോമൻസ് ബജറ്റിംഗ്, ക്വാർട്ടർലി റിവ്യൂസ് എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ തിരുത്തൽ നടപടികളെല്ലാം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് എത്തുകയാണ്: വികേന്ദ്രീകരണം. കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ അത് പലപ്പോഴും പ്രാദേശികമായ ആവശ്യങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗമായാണ് വികേന്ദ്രീകരണം എന്ന ആശയം ശക്തിപ്പെട്ടത്. അധികാരം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കൈമാറുന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് ഇന്ത്യയിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. വികേന്ദ്രീകരണത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ഒറ്റയടിക്ക് സംഭവിച്ചൊന്നല്ല. അതിന് പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യപടിയെന്ന നിലയിൽ 1952-ൽ സംസ്ഥാനങ്ങൾക്ക് ആസൂത്രണത്തിൽ പങ്കാളിത്തം നൽകാനായി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ NDC രൂപീകരിച്ചു. പിന്നീട് മൾട്ടി ലെവൽ പ്ലാനിംഗ് എന്ന ആശയത്തിന്റെ ഭാഗമായി ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും പദ്ധതികൾ രൂപീകരിക്കാൻ ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇതിലെ യഥാർത്ഥ വഴിത്തിരിവ് വന്നത് 1992-ലെ 73-74 ഭരണഘടനാ ഭേദഗതികളാണ്. ഈ ഭേദഗതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. ഇതോടെ താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണത്തിന്, ഗ്രാസ് റൂട്ട്സ് പ്ലാനിങ്ങിന് നിയമപരമായ ഒരു അടിത്തറ ലഭിച്ചു. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായിരുന്നു 14ാം ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ 42% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകണം എന്നായിരുന്നു ആ ശുപാർശ. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകി. സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഇത് അവരെ ഒരുപാട് സഹായിച്ചു. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഏറ്റവും പുതിയ മാറ്റം, അതായത് നിധി ആയോഗ് എന്ന പുതിയ മാതൃക. ഇവിടെ നമ്മൾ ഊന്നൽ നൽകുന്നത് സഹകരണ ഫെഡറലിസം അഥവാ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയത്തിനാണ്. ഈ തീയതി നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കണം. പ്രിലിംസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. 2015 ജനുവരി 1. ഈ ദിവസമാണ് പ്ലാനിംഗ് കമ്മീഷനെ പൂർണ്ണമായും മാറ്റി പകരം നീതി ആയോഗ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിലവിൽ വരുന്നത്. ഇതോടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങി. പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് മെയിൻസിന് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങൾ നോക്കാം. 1. സമീപനത്തിലുള്ള വ്യത്യാസം. പ്ലാനിംഗ് കമ്മീഷന്റെ രീതി ടോപ്പ് ഡൗൺ ആയിരുന്നു, അതായത് കേന്ദ്രം നയങ്ങളുണ്ടാക്കുന്നു, സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കുന്നു. എന്നാൽ നിതി ആയോഗിന്റെ രീതി ബോട്ടം അപ്പാണ്, അതായത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്താണ് നയങ്ങൾ രൂപീകരിക്കുന്നത്. 2. സ്വഭാവത്തിലുള്ള വ്യത്യാസം. പ്ലാനിംഗ് കമ്മീഷൻ പ്രധാനമായും ഒരു ഫണ്ട് വിതരണ ഏജൻസിയായിരുന്നു. എന്നാൽ നിതി ആയോഗ് സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയാണ്, ഒരു തിങ്ക് ടാങ്കാണ്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യത്യാസം അതിന്റെ അടിസ്ഥാന തത്വത്തിലാണ്. കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് മാറി സഹകരണ ഫെഡറലിസം എന്ന ആശയത്തിലേക്ക് ഇന്ത്യ മാറി. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് തുല്യ പങ്കാളികളായി രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുക. നീതി ആയോഗിന്റെ പിന്നിലെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാക്യത്തിൽ അതിനെ നമുക്ക് ചുരുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് എന്ന രീതിയിൽ നിന്ന് മാറി താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിലേക്ക്. ഒപ്പം സംസ്ഥാനങ്ങളെ തുല്യ പങ്കാളികളായി കണ്ട് അവരെ ശാക്തീകരിക്കുക. ഇത് കേവലം ഒരു സ്ഥാപനത്തിന്റെ പേരുമാറ്റം മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ വന്ന ഒരു അടിസ്ഥാനപരമായ മാറ്റം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ മെയിൻസ് പരീക്ഷയുടെ തയ്യാറെടുപ്പിന് വളരെ സഹായിക്കും. ചോദ്യം ഇതാണ്: സഹകരണ ഫെഡറലിസത്തിലേക്കുള്ള ഈ മാറ്റം ഇന്ത്യൻ ആസൂത്രണം തുടക്കം മുതൽ നേരിട്ടിരുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളികളെ, അതായത് ദീർഘവീക്ഷണമില്ലായ്മ, അമിതമായ കേന്ദ്രീകരണം പോലുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കുന്നുണ്ടോ? നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽ മെച്ചപ്പെടുത്താൻ തീർച്ചയായും സഹായിക്കും. നമസ്കാരം. ഇന്ത്യൻ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്: ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്. പ്ലാനിംഗ് കമ്മീഷനിൽ തുടങ്ങി നീതി ആയോഗിലെത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഈ ആസൂത്രണ യാത്ര, അത് നമ്മുടെ ഫെഡറൽ ഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതെല്ലാം ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വിഷയത്തിന്റെ ഒരു സമഗ്രമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ വിശകലനത്തിൽ നമ്മളൊരു 6 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാനിംഗ് തുടങ്ങിയതെന്ന് നോക്കും. പിന്നെ ആ പഴയ കേന്ദ്രീകൃത മോഡൽ എങ്ങനെയായിരുന്നു, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രത്യേകിച്ച് വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം.
അതിനുശേഷം വികേന്ദ്രീകരണത്തിലേക്കുള്ള മാറ്റം, ഇന്നത്തെ നീതി ആയോഗും കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന പുതിയ ആശയവും നമ്മൾ ചർച്ച ചെയ്യും. ഏറ്റവും ഒടുവിൽ പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇതിൽ നിന്നുള്ള പ്രധാന വിശകലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യാസ് പ്ലാനിംഗ് പ്രമിസ്, അതായത് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇന്ത്യ ഒരു ആസൂത്രിത സാമ്പത്തിക പാത തിരഞ്ഞെടുത്തത്? നമുക്കാദ്യം അതൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ഈ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ ഉൽപ്പാദനം, വിതരണം, നിക്ഷേപം ഇങ്ങനെയുള്ള സുപ്രധാന സാമ്പത്തിക തീരുമാനങ്ങളെല്ലാം ഒരു കേന്ദ്ര അതോറിറ്റി, അതായത് ഗവൺമെന്റ്, മുൻകൂട്ടി നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. നമ്മുടെ കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇതൊരു ആവശ്യകതയായി മാറി? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം തകർത്തെറിഞ്ഞ ഒരു സമ്പദ്വ്യവസ്ഥയാണ് നമുക്ക് കയ്യിൽ കിട്ടിയത്. ഒന്നാലോചിച്ചു നോക്കൂ. അന്നത്തെ സാക്ഷരതാ നിരക്ക് വെറും 17%. ശരാശരി ആയുർദൈർഘ്യം 32.5 വയസ്സ് മാത്രം. രാജ്യത്ത് കടുത്ത ദാരിദ്ര്യവും വ്യവസായങ്ങളുടെ അഭാവവും വലിയ രീതിയിലുള്ള പ്രാദേശിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യത്തെ ഒന്നിച്ചു കെട്ടിപ്പടുക്കാൻ ഒരു കേന്ദ്രീകൃതവും ശക്തമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് നമ്മുടെ രാഷ്ട്രശില്പികൾക്ക് തോന്നി. ശരി, ഇനി നമുക്ക് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക്, അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് മോഡലിലേക്ക് കടക്കാം. ഇത് പ്ലാനിംഗ് കമ്മീഷന്റെ കാലഘട്ടമായിരുന്നു. ഈ സമീപനത്തെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് സാധാരണയായി വിശേഷിപ്പിക്കാറ്. അപ്പോൾ എന്താണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും പദ്ധതികളും മുകളിൽ, അതായത് കേന്ദ്രതലത്തിൽ ഡൽഹിയിലിരുന്ന് രൂപീകരിക്കുന്നു. എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം സംസ്ഥാനങ്ങളോടും പ്രാദേശിക ഭരണകൂടങ്ങളോടും ആവശ്യപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെത്തട്ടിലുള്ളവരുടെ, അതായത് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഈ നയരൂപീകരണത്തിൽ കാര്യമായ ഒരു പങ്കുമുണ്ടായിരുന്നില്ല. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇത് പഴയതും പുതിയതുമായ സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇടതുവശത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ടോപ്പ് ഡൗൺ സമീപനം. അത് തികച്ചും സെൻട്രലൈസ്ഡ് ആയിരുന്നു. രാജ്യം മുഴുവൻ ഒരേപോലുള്ള ആവശ്യങ്ങളാണെന്നൊരു അനുമാനത്തിലാണത് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ വലതുവശത്തുള്ള നിതി ആയോഗ് മുന്നോട്ടുവെക്കുന്ന ബോട്ടം അപ്പ് സമീപനം നേരെ തിരിച്ചാണ്. അത് വികേന്ദ്രീകൃതമാണ്. ഓരോ പ്രദേശത്തിന്റെയും വൈവിധ്യങ്ങളെയും ആവശ്യങ്ങളെയും അംഗീകരിച്ച് താഴെത്തട്ടിൽ നിന്ന് ആസൂത്രണം തുടങ്ങണമെന്നാണത് പറയുന്നത്. തീർച്ചയായും ഈ ഒരു സെൻട്രലൈസ്ഡ് മോഡലിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സമീപനം. കേരളത്തിന്റെ ആവശ്യം ബീഹാറിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ നയം അടിച്ചേൽപ്പിച്ചത് പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നതിന് തുല്യമായി. രണ്ടാമത്തെ പ്രധാന വിമർശനം, സംസ്ഥാനങ്ങൾ വെറും കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏജൻസികളായി മാറി എന്നതാണ്. അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കുറവായിരുന്നു. മൂന്നാമതായി, സാമ്പത്തിക സഹായം പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ചിലപ്പോഴൊക്കെ അതൊരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കപ്പെട്ടു. അവസാനമായി, ജില്ലാ ബ്ലോക്ക് തലങ്ങളിലുള്ള ആസൂത്രണം വെറും കടലാസിലൊതുങ്ങി. കാരണം അവർക്ക് സാമ്പത്തികമായോ ഭരണപരമായോ ഉള്ള അധികാരം നൽകിയിരുന്നില്ല. അപ്പോൾ ഈ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതാണ് നമ്മുടെ മൂന്നാം ഭാഗം. ഇവിടെ നമ്മൾ സാമ്പത്തിക വളർച്ചയും യഥാർത്ഥ വികസനവും തമ്മിൽ വലിയൊരു അന്തരം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. GDP, അതായത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതുകൊണ്ട് മാത്രം ഒരു രാജ്യം വികസിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം വളർച്ച അഥവാ ഗ്രോത്ത് എന്നത് സമ്പദ്വ്യവസ്ഥയുടെ വലുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വികസനം അഥവാ ഡെവലപ്മെന്റ് എന്നത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലെ പുരോഗതിയെയാണ് അളക്കുന്നത്. ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഈയൊരു പശ്ചാത്തലത്തിലാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന ആശയം പ്രസക്തമാകുന്നത്. ഈ സിദ്ധാന്തം പറയുന്നതെന്താന്ന് വെച്ചാൽ, സമ്പദ് വ്യവസ്ഥയുടെ മുകൾ തട്ടില്, അതായത് വ്യവസായികൾക്കും സമ്പന്നർക്കും നേട്ടമുണ്ടായാൽ അതിന്റെ ഗുണഫലങ്ങൾ പതിയെ താഴോട്ട് അരിച്ചിറങ്ങി സാധാരണക്കാരിലേക്കും എത്തും എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ തിയറി അമ്പേ പരാജയപ്പെട്ടു. കാരണം വളർച്ചയുടെ നേട്ടങ്ങൾ മുകൾ തട്ടിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടു. അത് താഴെത്തട്ടിലേക്ക് ആവശ്യമായ തൊഴിൽ അവസരങ്ങളായോ സാമൂഹിക സുരക്ഷാ പദ്ധതികളായോ മാറുന്നതിൽ പരാജയപ്പെട്ടു. ഇതൊന്നു നോക്കൂ. ഈ ഡാറ്റ വളരെ വ്യക്തമായി ആ പരാജയം നമുക്ക് കാണിച്ചു തരും. രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ 57% ജനസംഖ്യയിലെ ഏറ്റവും സമ്പന്നരായ 10% പേരുടെ കൈകളിലാണ്. അതേസമയം ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന താഴെത്തട്ടിലുള്ള 50% ആളുകൾക്ക് എല്ലാവർക്കും കൂടി ലഭിക്കുന്നത് വെറും 13% മാത്രം. ട്രിക്കിൾ ഡൗൺ തിയറി ഇന്ത്യയിൽ എന്തുകൊണ്ട് നടന്നില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണിത്. വരുമാനത്തിലെ അസമത്വം പോലെ തന്നെ
നമ്മുടെ പ്ലാനിംഗ് നേരിട്ട മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു റീജിയണൽ ഇംബാലൻസ് അഥവാ പ്രാദേശിക അസന്തുലിതാവസ്ഥ. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വികസനം എത്തിക്കുന്നതിൽ നമ്മുടെ ആസൂത്രണത്തിന് സാധിച്ചില്ല. ഈ ചാർട്ട് നോക്കിയാൽ അത് വ്യക്തമാകും. രാജ്യത്തെ മൊത്തം ഇൻഡസ്ട്രിയൽ GSVAയുടെ, അതായത് ഒരു സംസ്ഥാനത്തിന്റെ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡിന്റെ 43% വരുന്നത് വെറും 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ്: ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്. ബാക്കിയുള്ള 20-ലധികം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നാണ് ബാക്കി 57% സംഭാവന ചെയ്യുന്നത്. വികസനം ഏതാനും ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില സെക്ടറുകളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അഗ്രികൾച്ചർ. രാജ്യത്തെ 45% ജനങ്ങളും കൃഷിയെ ആശ്രയിക്കുന്നു. പക്ഷേ GDPയിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവനയോ വെറും 16-18% മാത്രം. ഇത് ഉൽപ്പാദനക്ഷമതയില്ലായ്മയും ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിയും വ്യക്തമാക്കുന്നു. ഇനി മാനവ വികസനത്തിന്റെ കാര്യം നോക്കിയാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയെക്കാളും ചൈനയെക്കാളും പിന്നിലാണ്. ആരോഗ്യമേഖലയിലും ഈ അസന്തുലിതാവസ്ഥ പ്രകടമാണ്. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ സീറ്റുകളിൽ 51% കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഈ പരാജയങ്ങളെയും അസന്തുലിതാവസ്ഥകളെയുമൊക്കെ മറികടക്കാൻ ഇന്ത്യ എന്താണ് ചെയ്തത്? അതാണ് നമ്മുടെ 4ാം ഭാഗം, വികേന്ദ്രീകരണത്തിലേക്കുള്ള മാറ്റം. ഇതിനുവേണ്ടി ഇന്ത്യ സ്വീകരിച്ച ഭരണഘടനാപരവും സ്ഥാപനപരവുമായ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ടൈംലൈൻ ആ യാത്രയിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ കാണിച്ചു തരുന്നു. 1950-ൽ കേന്ദ്രീകൃത ആസൂത്രണത്തിനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. പിന്നീടൊരു വലിയ ദിശാമാറ്റം വരുന്നത് 1992-ലാണ്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ ഗ്രാമ, നഗര, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകി. ആസൂത്രണത്തിൽ അവർക്ക് നിയമപരമായൊരു പങ്കാളിത്തം ഉറപ്പാക്കി. ഒടുവിൽ 2015-ൽ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കി. പകരം നീതി ആയോഗ് നിലവിൽ വന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ 5ാമത്തെ ഭാഗത്തേക്കെത്തുന്നത്: നീതി ആയോഗും കോഓപ്പറേറ്റീവ് ഫെഡറലിസവും. ഇതാണ് ഇന്ന് ഇന്ത്യയുടെ വികസന തന്ത്രത്തിലെ പുതിയ മാതൃക. എന്താണ് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം? ഇത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ളൊരു പുതിയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയതുപോലെ കേന്ദ്രം ഭരണകർത്താവും സംസ്ഥാനം അത് നടപ്പിലാക്കുന്ന ഏജൻസിയും എന്ന നിലയിലല്ല, മറിച്ച് വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും തുല്യ പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നൊരു മാതൃകയാണിത്. ടീം ഇന്ത്യ എന്ന ആശയത്തിന് കീഴിൽ സംസ്ഥാനങ്ങളെ വികസനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മാറിയത്? ഈ സ്ലൈഡ് അത് വ്യക്തമാക്കുന്നു. കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് നമ്മൾ ബോട്ടം അപ്പ് സമീപനത്തിലേക്ക് മാറി. വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നതിനു പകരം കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, സംസ്ഥാനങ്ങൾക്ക് പണം വീതിച്ചു നൽകുന്ന ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്ന റോളിൽ നിന്ന് മാറി രാജ്യത്തിനു വേണ്ട ദീർഘകാല കാഴ്ചപ്പാടുകളും നയങ്ങളും രൂപീകരിക്കുന്ന ഒരു ബൗദ്ധിക കേന്ദ്രമായി, ഒരു പോളിസി തിങ്ക് ടാങ്കായി നീതി ആയോഗ് മാറി എന്നതാണ്. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്. ഒരു പരീക്ഷാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് UPSC പ്രിലിംസിനും മെയിൻസിനും വേണ്ടി ഇതിൽ നിന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കണം? മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് നീതി ആയോഗിലേക്കുള്ള മാറ്റത്തെ വിമർശനാത്മകമായി വിലയിരുത്താൻ പഠിക്കുക. 2. പതിറ്റാണ്ടുകളുടെ ആസൂത്രണത്തിന് ശേഷവും എന്തുകൊണ്ടാണ് പ്രാദേശികവും വരുമാനപരവുമായ അസമത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ചർച്ച ചെയ്യുക. 3. വികേന്ദ്രീകൃത ആസൂത്രണം പ്രോത്സാഹിപ്പിക്കുന്നതിൽ 73-74 ഭേദഗതികളുടെ പങ്ക് എത്രത്തോളമുണ്ട് എന്ന് വിലയിരുത്തുക. 4. ട്രിക്കിൾ ഡൗൺ തിയറിയുടെ പരാജയത്തെ എങ്ങനെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയത്തിന്റെ ആവശ്യകതയുമായി ബന്ധിപ്പിക്കാമെന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന വാക്ക് ഉപയോഗിച്ചല്ലോ. എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത് വെറും സാമ്പത്തിക വളർച്ചയല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തുണ്ടാകുന്ന അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ, അത് പണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സേവനങ്ങളായിക്കൊള്ളട്ടെ, അത് ന്യായമായി എല്ലാവരിലേക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വളർച്ചാ പ്രക്രിയയാണിത്. മുൻപത്തെ ആസൂത്രണ മാതൃക പരാജയപ്പെട്ടത് ഇവിടെയാണ്. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിലേക്കുള്ള ഈ മാറ്റം യഥാർത്ഥ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉറപ്പാക്കാനും നമ്മുടെ ചരിത്രപരമായ അസന്തുലിതാവസ്ഥകളെ തിരുത്താനും ശരിക്കും പര്യാപ്തമാണോ? അതോ ഈ പുതിയ സമീപനം കേവലം ഘടനാപരമായൊരു മാറ്റം മാത്രമാണോ? ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങളെ തിരുത്താൻ ഇതിന് ശേഷിയുണ്ടോ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഈ ഒരു വിമർശനാത്മകമായ കാഴ്ചപ്പാട് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കണോമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്:
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം. പ്രത്യേകിച്ചും സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് എന്ന ആശയത്തെക്കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയം നമുക്ക് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ നമ്മുടെ ഇക്കണോമിക് വിഷൻ എന്തായിരുന്നു എന്നതാണ്. പിന്നെ പൊതുമേഖല അഥവാ പബ്ലിക് സെക്ടർ എങ്ങനെ വളർന്നു വന്നു എന്ന് കാണാം. തുടർന്ന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജിയെപ്പറ്റി സംസാരിക്കും. പിന്നീട് ഈ സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത് മോഡലിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്നും അതിനെ തുടർന്നുണ്ടായ ന്യൂ ഇക്കണോമിക് പോളിസി ഷിഫ്റ്റിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട പ്രധാന പാഠങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഭാഗം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇക്കണോമിക് വിഷൻ. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു പുതിയ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന സാമ്പത്തിക വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 1947 ശേഷം ഇന്ത്യയുടെ നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളി എന്തായിരുന്നു? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉത്തരം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയും പെട്ടെന്ന് വ്യാവസായികവൽക്കരണം അല്ലെങ്കിൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ സാധ്യമാക്കുക. ഈ ലക്ഷ്യം നേടാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ കുറേ വർഷങ്ങളിലെ സാമ്പത്തിക നയങ്ങൾ മുഴുവൻ രൂപീകരിച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്: ദ റൈസ് ഓഫ് ദ പബ്ലിക് സെക്ടർ. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന വലിയ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ ഒരു സ്റ്റേറ്റ് ലെഡ് എക്കണോമിക് മോഡൽ, അതായത് സർക്കാർ മുൻകൈയെടുക്കുന്ന ഒരു സാമ്പത്തിക മാതൃകയാണ് തിരഞ്ഞെടുത്തത്. ഇതിന്റെ നെടുംതൂണുകളായിരുന്നു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, അഥവാ നമ്മൾ PSUs എന്ന് വിളിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പോൾ എന്താണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് അല്ലെങ്കിൽ PSUs? വളരെ ലളിതമായി പറഞ്ഞാൽ ഇവ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ്. സമ്പദ്വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട മേഖലകളെ നിയന്ത്രിക്കുക, രാജ്യത്ത് വ്യാവസായികവൽക്കരണം കൊണ്ടുവരിക, അതോടൊപ്പം ചില സാമൂഹിക ലക്ഷ്യങ്ങൾ കൂടി നേടുക, ഇതൊക്കെയായിരുന്നു ഇവ സ്ഥാപിച്ചതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ അന്നത്തെ പ്ലാനേഴ്സ് ഈ PSUsന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്? അതിന് പ്രധാനമായും 4 കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കോണമി എന്ന് പറയും. അതായത് സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. രണ്ടാമത്തെ കാരണം പ്രൈവറ്റ് സെക്ടറിന്റെ പരിമിതികളായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വലിയ തോതിൽ പണം മുടക്കാനോ പുതിയ ടെക്നോളജി കൊണ്ടുവരാനോ വലിയ റിസ്ക് എടുക്കാനോ കഴിവുള്ളൊരു സ്വകാര്യ മേഖല ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി രാജ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമായിരുന്നു, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. പവർ, ട്രാൻസ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ ഭീമമായ നിക്ഷേപം വേണ്ടിവന്നു. നാലാമത്തേത് ബേസിക് ഇൻഡസ്ട്രി സ്ഥാപിക്കുക എന്നതായിരുന്നു. സ്റ്റീൽ, കൽക്കരി, പെട്രോളിയം പോലുള്ള അടിസ്ഥാന വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ 4 കാര്യങ്ങളും ചെയ്യാൻ സർക്കാരിനു മാത്രമേ അന്ന് സാധിക്കുമായിരുന്നുള്ളൂ. ഈ പറഞ്ഞ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, PSU സ്ഥാപിക്കുന്നതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ചില സാമൂഹിക ലക്ഷ്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് എംപ്ലോയ്മെന്റ് ജനറേഷനാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി ദാരിദ്ര്യം കുറയ്ക്കുക എന്നത് ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. രണ്ടാമത്തേത് റീജിയണൽ ബാലൻസ്, അതായത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വികസനം എത്തിക്കുക. പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പുതിയ വ്യവസായങ്ങൾ സ്ഥാപിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതും ഒരു ലക്ഷ്യമായിരുന്നു. ഈയൊരു കാഴ്ചപ്പാടിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ പ്രശസ്തമായ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ, അതായത് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്നാണ് അദ്ദേഹം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ചത്. ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾക്ക് എത്ര വലിയ പങ്കാണെന്ന് കൽപ്പിച്ചിരുന്നതെന്ന് ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നു: ഇന്ത്യാസ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്ട്രാറ്റജി. ശരി, PSUs സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഏത് തരം വ്യവസായവൽക്കരണമാണ് ഇന്ത്യ പിന്തുടർന്നത്? ആ തിരഞ്ഞെടുത്ത പാത എന്തായിരുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സാധാരണയായി വ്യവസായവൽക്കരണത്തിന് 2 വഴികളുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സ്ട്രാറ്റജി, മറ്റൊന്ന് ലേബർ ഇൻറ്റൻസീവ് സ്ട്രാറ്റജി. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നു പറഞ്ഞാൽ വലിയ യന്ത്രങ്ങൾക്കും ഓട്ടോമേഷനും ടെക്നോളജിക്കും പ്രാധാന്യം നൽകുന്ന രീതിയാണ്. ഇവിടെ കുറച്ചാളുകൾ മതി, പക്ഷെ വലിയ നിക്ഷേപം വേണം. എന്നാൽ ലേബർ ഇൻറ്റൻസീവ് സ്ട്രാറ്റജി നേരെ തിരിച്ചാണ്. അവിടെ രാജ്യത്തുള്ള വലിയ തൊഴിൽ ശക്തിയെ, അതായത് മനുഷ്യവിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, ഇന്ത്യയെപ്പോലെ ജനസംഖ്യ കൂടിയ തൊഴിലാളികൾ ഒരുപാടുള്ളൊരു രാജ്യത്തിന് ഏതാണ് കൂടുതൽ അനുയോജ്യം?
തീർച്ചയായും ലേബർ ഇന്റൻസീവ് സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും അന്ന് വാദിച്ചത്. പക്ഷേ ഒരുപക്ഷെ വിരോധാഭാസമെന്ന് പറയാം, സെക്കൻഡ് 5-ഇയർ പ്ലാൻ മുതൽ ഇന്ത്യ തിരഞ്ഞെടുത്തത് ക്യാപിറ്റൽ ഇന്റൻസീവ് പാതയായിരുന്നു. ഈയൊരു തീരുമാനം ഇന്ത്യയുടെ തൊഴിൽ രംഗത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മൾ ഇതുവരെ ഈ മോഡലിന്റെ നല്ല വശങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാം, ചാലഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ലെഡ് ഗ്രോത്ത്. കാലം മുന്നോട്ടു പോയപ്പോൾ ഈ സ്റ്റേറ്റ് ലെഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് മോഡൽ പല വെല്ലുവിളികളും നേരിടാൻ തുടങ്ങി. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു വിഷ്യസ് സൈക്കിൾ ഓഫ് ഇൻഎഫിഷ്യൻസി അഥവാ കാര്യക്ഷമതയില്ലായ്മയുടെ ഒരു ദുഷിച്ച വലയത്തിൽ അകപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടത്തിൽ അമിതമായ ഉദ്യോഗസ്ഥ മേധാവിത്വവും, അതായത് ബ്യൂറോക്രാറ്റിക് കൺട്രോളും രാഷ്ട്രീയ ഇടപെടലുകളും കൂടി. ഇത് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി. അത് സ്വാഭാവികമായും രണ്ടാമത്തെ ഘട്ടത്തിലേക്കും നയിച്ചു, ഓപ്പറേഷണൽ ഇനെഫിഷ്യൻസി, അതായത് പ്രവർത്തനത്തിലെ കാര്യക്ഷമതയില്ലായ്മയും മോശം സാമ്പത്തിക പ്രകടനവും. ഇതിന്റെ ഫലമായി 3ാം ഘട്ടത്തിൽ പല PSUsകളും വൻ നഷ്ടം വരുത്തുന്ന സ്ഥാപനങ്ങളായി മാറി. ഒടുവിൽ 4ാമത്തെ ഘട്ടത്തിൽ ഈ നഷ്ടം നികത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് അവ ഗവൺമെന്റ് ബഡ്ജറ്റിന് തന്നെ ഒരു വലിയ ഭാരമായി മാറി. ഈ സ്റ്റേറ്റ് ലെഡ് ഗ്രോത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതമായിരുന്നു ലോപ്സൈഡഡ് എംപ്ലോയ്മെന്റ് സ്ട്രാറ്റജി. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണിത്. രാജ്യത്ത് തൊഴിലെടുക്കാൻ തയ്യാറായ ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ സാമ്പത്തിക നയം പരാജയപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്? ഉത്തരം നമ്മൾ നേരത്തെ കണ്ടതാണ്. ലേബർ ഇന്റൻസീവ് വ്യവസായങ്ങൾക്ക് പകരം ക്യാപിറ്റൽ ഇന്റൻസീവ് വ്യവസായങ്ങൾക്ക് കൊടുത്ത അമിതമായ പ്രാധാന്യം തന്നെ. അപ്പോൾ ഈ ലോപ്പ് സൈഡഡ് സ്ട്രാറ്റജിയുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. ജോബ്ലെസ് ഗ്രോത്ത് എന്ന അവസ്ഥയുണ്ടായി. അതായത് വ്യവസായ ഉൽപ്പാദനമൊക്കെ കൂടുന്നുണ്ട്, രാജ്യം വളരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പുതിയ ജോലികളുണ്ടാകുന്നില്ല. 2. ഓട്ടോമേഷൻ വേഴ്സസ് ലേബർ എന്നൊരു വൈരുദ്ധ്യം. ഒരുപാട് തൊഴിലാളികളുള്ള രാജ്യത്ത് മെഷീനുകൾക്ക് പ്രാധാന്യം നൽകുന്നത് ഒരു പാരഡോക്സ് തന്നെയായിരുന്നല്ലോ. 3. ഇന്ത്യയിലെ റിജിഡ് ലേബർ ലോസ്, അതായത് കർശനമായ തൊഴിൽ നിയമങ്ങൾ. ഈ നിയമങ്ങൾ കാരണം കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നത് കമ്പനികൾക്കൊരു ബാധ്യതയായി തോന്നി. അതിനു പകരം മെഷീനുകളിൽ നിക്ഷേപിക്കാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അതാണ് നമ്മുടെ 5ാമത്തെ ഭാഗം, ദ ന്യൂ ഇക്കണോമിക് പോളിസി ഷിഫ്റ്റ്. ഈ വെല്ലുവിളികളെയെല്ലാം നേരിടാൻ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ എന്ത് മാറ്റമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മാറ്റം ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല. ഈ ടൈം ലൈൻ നോക്കൂ. 1980കളുടെ പകുതിയായപ്പോഴേക്കും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഒടുവിൽ 1991 ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഒരു വലിയ മാറ്റത്തിന് നിർബന്ധിതരായി. അതാണ് നമ്മൾ LPG റിഫോംസ് എന്ന് വിളിക്കുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി സമ്പദ്വ്യവസ്ഥയിൽ സർക്കാരിന്റെ പങ്ക് കുറയ്ക്കാൻ വേണ്ടി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു പുതിയ നയം ഇന്ത്യ സ്വീകരിച്ചു. എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ലളിതമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിനുള്ള ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്കോ പൊതുജനങ്ങൾക്കോ വിൽക്കുന്ന പ്രക്രിയയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1. ആ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. 2. ആ വിൽപ്പനയിലൂടെ സർക്കാരിന് പണം കണ്ടെത്തുക. 1991 പരിഷ്കാരങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയായിരുന്നു ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നയം. ഈ സാമ്പത്തിക നയങ്ങൾ മാറിയപ്പോൾ തൊഴിലിനോടുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിലും ഒരു വലിയ മാറ്റം വന്നു. 1991 മുൻപ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം വേജ് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു. അതായത് ശമ്പളത്തിന് ജോലി നൽകുക, പ്രത്യേകിച്ചും സർക്കാർ മേഖലയിൽ. എന്നാൽ 1991 ശേഷം ആ ഫോക്കസും മാറി. ആളുകളെ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ, അതായത് സെൽഫ് എംപ്ലോയ്മെന്റിന് പ്രോത്സാഹിപ്പിക്കാനും അഗ്രി ഇൻഡസ്ട്രീസ് പോലുള്ള പുതിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനുമായിരുന്നു പിന്നീട് ഊന്നൽ നൽകിയത്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മുടെ അവസാന ഭാഗം. ഒരു പരീക്ഷാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്തെല്ലാം പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്? കോർ ലെസൺസ് ഫോർ ആസ്പിറൻസ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മെയിൻസിലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഇക്കണോമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നല്ലൊരു അനലിറ്റിക്കൽ ഉത്തരം എഴുതാൻ ഈ പോയിന്റുകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോ ഇന്ത്യയുടെ ഈ സാമ്പത്തിക യാത്രയെ നമുക്കൊന്ന് ചുരുക്കി പറയാം 4 ഘട്ടങ്ങളായിട്ട്. ഒന്നാമതായി ഇനിഷ്യൽ വിഷൻ.
PSUസിനെ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ ആയി കണ്ട് വലിയ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങളോടെയാണ് നമ്മൾ തുടങ്ങിയത്. രണ്ടാമത് സ്ട്രാറ്റജി ചോയ്സ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോഡലായിരുന്നു. അതൊരു ലോപ്സൈഡഡ് എംപ്ലോയ്മെന്റ് സ്ട്രാറ്റജിയിലേക്ക് നയിച്ചു. മൂന്നാമത് കോൺസിക്വൻസസ്. അതിന്റെ ഫലമോ PSUസുകളിലെ കാര്യക്ഷമതയില്ലായ്മയും സർക്കാരിന് സാമ്പത്തിക ഭാരവും രാജ്യത്ത് ജോബ്ലെസ് ഗ്രോത്തും ഉണ്ടായി. നാലാമത് പോളിസി കറക്ഷൻ. ഒടുവിൽ 1991ലെ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള നയങ്ങൾ കൊണ്ടുവന്ന് നമ്മളീ വഴിത്തിരുത്താൻ ശ്രമിച്ചു. ഈയൊരു ചട്ടക്കൂട് ഓർത്തുവെച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനാകും. അപ്പോൾ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്കായി നൽകിക്കൊണ്ടാണ്. ഇന്ത്യയുടെ ഭാവിക്ക്, അതായത് വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള ഏറ്റവും ശരിയായ ബാലൻസ് എന്താണ്? വാട്ട് ഈസ് ദി ഓപ്റ്റിമൽ ബാലൻസ്? ഇത് ഇന്നും തുടരുന്നൊരു ചർച്ചയാണ്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ മെയിൻസ് ഉത്തരങ്ങൾക്ക് ഒരു അനലിറ്റിക്കൽ എഡ്ജ് നൽകാൻ തീർച്ചയായും സഹായിക്കും. എല്ലാവർക്കും നന്ദി. ഇന്ത്യൻ ഇക്കോണമിയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഇക്കണോമിക് പ്ലാനിങ്ങിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യകാല 5-year പ്ലാൻസ് നേരിട്ട 2 പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിച്ചു എന്നുമാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ GS പേപ്പർ 3ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയെ ഒരു 5 ഭാഗങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം ഇന്ത്യയിലെ പ്ലാനിംഗ് കാലഘട്ടത്തെക്കുറിച്ചൊരു ആമുഖം. തുടർന്ന് വ്യവസായങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വന്ന പാളിച്ചകൾ, അതായത് ആദ്യത്തെ വിമർശനം. മൂന്നാമതായി കാർഷിക മേഖലയെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിമർശനം. അതിനുശേഷം ഈ തെറ്റുകൾ തിരുത്താൻ എന്ത് നയപരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്നും അവസാനം പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കണമെന്നും നമ്മൾക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾക്കറിയാമല്ലോ, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുമായിരുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാനായി അന്നത്തെ ഭരണനേതൃത്വം സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലുള്ള ഒരു പ്ലാൻഡ് എക്കണോമി എന്ന ആശയം സ്വീകരിച്ചു. അതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ 5-year പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. അപ്പോ അന്നത്തെ നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അവർ വിശ്വസിച്ചത് അതിവേഗത്തിലുള്ള വ്യവസായവൽക്കരണമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആധുനികവൽക്കരണത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമെന്നായിരുന്നു. അതുകൊണ്ടുതന്നെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ചാലകശക്തിയായി, അല്ലെങ്കിൽ പ്രൈം മൂവിംഗ് ഫോഴ്സായി വ്യവസായത്തെ, പ്രത്യേകിച്ച് ഹെവി ഇൻഡസ്ട്രീസിനെ അവർ തിരഞ്ഞെടുത്തു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ പ്രധാന വിമർശനത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അതായത് വ്യവസായങ്ങൾ എവിടെ സ്ഥാപിക്കണം എന്നതിനെ സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളിലെ പാളിച്ചകളെക്കുറിച്ച്. അപ്പൊ നോക്കൂ, സാധാരണഗതിയിൽ ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പരിഗണിക്കുക? അസംസ്കൃത വസ്തുക്കൾ എളുപ്പത്തിൽ കിട്ടുമോ? ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ മാർക്കറ്റ് അടുത്താണോ? തൊഴിലാളികളെ കിട്ടുമോ? നല്ല ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യകാല പ്ലാനേഴ്സ് ഈ ഇക്കണോമിക് എഫിഷ്യൻസിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒരു സാമൂഹിക ലക്ഷ്യത്തിനായിരുന്നു. അതായത് പ്രാദേശികമായ അസമത്വം കുറയ്ക്കുക, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ വികസിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഈ നയത്തിന് പിന്നിലെ ആശയം വളരെ നല്ലതായിരുന്നു. അവരുടെ പ്ലാൻ ഇതായിരുന്നു: പിന്നോക്ക ഗോത്ര മേഖലകളിലെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് PSUs സ്ഥാപിക്കുക. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടും. ആ വലിയ ഫാക്ടറിയെ ആശ്രയിച്ച് ചെറിയ അനുബന്ധ വ്യവസായങ്ങൾ വരും. റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിക്കും. അങ്ങനെ ആ പ്രദേശം പതിയെ പതിയെ വികസിച്ചു വരും. ഇതായിരുന്നു പ്രതീക്ഷ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഇത്രയും നല്ലൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ഈ ഒരു നയം എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച ഫലം തരാതെ പോയത്? എവിടെയാണ് പിഴച്ചത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വലിയ PSUസിന് ആവശ്യമായിരുന്നത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയായിരുന്നു, സ്കിൽഡ് ലേബർ. പക്ഷേ ഈ പിന്നോക്ക പ്രദേശങ്ങളിൽ അങ്ങനെയുള്ളവർ കുറവായിരുന്നു. രണ്ടാമത്തെ കാരണം, അതുകൊണ്ടുതന്നെ ജോലികളിൽ ഭൂരിഭാഗവും കിട്ടിയത് പുറത്തുനിന്ന് വന്ന എഞ്ചിനീയർമാർക്കും വിദഗ്ധർക്കുമാണ്. അവിടുത്തെ സാധാരണക്കാർക്ക് കാര്യമായ പ്രയോജനം കിട്ടിയില്ല. മൂന്നാമതായി, വ്യവസായം സ്ഥാപിച്ചു എന്നല്ലാതെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട റോഡ്, റെയിൽവേ, കമ്മ്യൂണിക്കേഷൻ പോലുള്ള മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ശരി, അപ്പോ ആദ്യത്തെ വിമർശനം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ, ഒരു പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്ക് കടക്കാം:
വ്യവസായത്തിന് അമിത പ്രാധാന്യം കൊടുത്തപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. ഈ കണക്കുകൾ നോക്കൂ. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം കിടക്കുന്നത്. ഗവൺമെന്റിന്റെ നയപരമായ ഫോക്കസ് മുഴുവൻ ഇൻഡസ്ട്രിയിൽ. പക്ഷെ രാജ്യത്തെ ഏകദേശം 58% ജനങ്ങളും ജീവിക്കുന്നത് കൃഷിയെ ആശ്രയിച്ചാണ്. ഈ നയവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ അന്തരം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. കൃഷിയെ അവഗണിച്ചത് കാരണം പ്രധാനമായും 2 പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനം കുറഞ്ഞു. ഇത് പലപ്പോഴും ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിച്ചു. രണ്ടാമത്തെ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാണ്. രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന കർഷകരുടെ വരുമാനം കുറഞ്ഞപ്പോൾ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ്, അതായത് പർച്ചേസിംഗ് പവർ, അവർക്കില്ലാതായി. അപ്പോൾ എന്ത് സംഭവിക്കും? വ്യവസായങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കിയാലും അത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ വരും. ഇതിനെയാണ് നമ്മൾ എക്കണോമിക് ടേംസിൽ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം: ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണിത്? ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബത്തിന് 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ 5 പേർ ജോലി ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ജോലി ചെയ്യാൻ 3 പേർ മതി. ബാക്കിയുള്ള 2 പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ അധ്വാനം കൊണ്ട് ഉൽപ്പാദനത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഇത് വളരെ വ്യാപകമായിരുന്നു. ഈ അധികമുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് കഴിഞ്ഞതുമില്ല. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ വന്ന ഒരു സവിശേഷമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. സാധാരണ ഒരു രാജ്യം വികസിക്കുമ്പോൾ ആദ്യം കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിലേക്കും അവിടെ നിന്ന് സേവന മേഖലയിലേക്കും ക്രമാനുഗതമായി മാറും. ഇതിനെയാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ എന്തുപറ്റി? നമ്മൾ ശക്തമായ ഒരു വ്യാവസായിക അടിത്തറ ഉണ്ടാക്കാതെ കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് സേവന മേഖലയിലേക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തി. ഇത് പലപ്പോഴും ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാത്ത ജോബ്ലെസ് ഗ്രോത്തിന് കാരണമായി എന്നും പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടു. സ്വാഭാവികമായും കാലക്രമേണ ഈ തെറ്റുകൾ നമ്മുടെ ഭരണകർത്താക്കൾ തിരിച്ചറിഞ്ഞു. അതിന്റെ ഫലമായി പ്ലാനിംഗ് സ്ട്രാറ്റജിയിൽ കാര്യമായ തിരുത്തലുകളും ഉണ്ടായി. അതാണ് നമ്മൾ 4ാമത്തെ ഭാഗത്ത് നോക്കുന്നത്. വ്യവസായങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിലെ മാറ്റം തന്നെ നോക്കൂ. പഴയ പോളിസി എന്തായിരുന്നു? ഒരു പിന്നോക്ക പ്രദേശത്ത് ഒറ്റയ്ക്കൊരു വലിയ PSU സ്ഥാപിക്കുക. എന്നാൽ പുതിയ നയമായ NIMC അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺസിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ ഒരു വ്യവസായം മാത്രമല്ല, അതിനുവേണ്ട റോഡ്, വൈദ്യുതി, പോർട്ട് തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഇന്റിഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കുന്നു. ഇതൊരു ക്ലസ്റ്റർ ബേസ്ഡ് അപ്രോച്ചാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റാണ്. അത് 2002നും 2007നും ഇടയിൽ നടന്ന 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക ചിന്തയിൽ തന്നെ ഒരു അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചു. ഈ 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ആദ്യമായി ഒഫീഷ്യലായി കൃഷിയെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രൈം മൂവിംഗ് ഫോഴ്സായി പ്രഖ്യാപിക്കുന്നത്. ഇതൊരു ചെറിയ മാറ്റമല്ല. ഒന്ന് ഓർത്തു നോക്കൂ, നെഹ്റുവിന്റെ കാലത്ത് ഇൻഡസ്ട്രിയായിരുന്നു പ്രൈം മൂവിംഗ് ഫോഴ്സ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് കൃഷി വന്നു. ഇത് നയപരമായ ഒരു പൂർണ്ണമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ കൃഷിയെ പ്രൈം മൂവിംഗ് ഫോഴ്സ് ആക്കിയപ്പോ നയപരമായ ലക്ഷ്യങ്ങളിലും മാറ്റം വന്നു. പുതിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ച് ദാരിദ്ര്യം കുറയ്ക്കുക, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുക, അതുവഴി ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കുക. കണ്ടില്ലേ, ആ പഴയ മാർക്കറ്റ് ഫെയിലിയറിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമം കൂടിയായിരുന്നു ഇത്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിൽ നിന്ന് നിങ്ങളുടെ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് മെയിൻസിന് എങ്ങനെ ഉത്തരങ്ങൾ എഴുതാം, എന്തൊക്കെ പോയിന്റുകളാണ് ഓർത്തുവെക്കേണ്ടത്? നിങ്ങളുടെ ഉത്തരങ്ങളെ സ്ട്രക്ചർ ചെയ്യാൻ ഈ ടേബിൾ വളരെ സഹായകമാകും. നോക്കൂ, ആദ്യകാല പ്ലാനുകളും പിന്നീടുള്ള റിഫോംസും തമ്മിൽ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്നതിൽ വ്യക്തമാണ്. ഗ്രോത്ത് ഡ്രൈവർ ഇൻഡസ്ട്രിയിൽ നിന്ന് അഗ്രികൾച്ചറിലേക്ക് മാറി. ലൊക്കേഷൻ പോളിസി സാമൂഹിക ലക്ഷ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക കാര്യക്ഷമതയിലേക്ക് മാറി. ഇങ്ങനെ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് നല്ലൊരു വ്യക്തത നൽകും. അപ്പോ നിങ്ങളുടെ ആൻസറിന്റെ ഒരു കൺക്ലൂഷനിലോ അല്ലെങ്കിൽ പ്രധാന ഭാഗത്തോ ഉൾപ്പെടുത്തേണ്ട 4 കീ ടേക്ക്വേസ് എന്തൊക്കെയാണ്? 1. ഇന്ത്യയുടെ ആദ്യകാല പ്ലാനിംഗ് സാമ്പത്തിക കാര്യക്ഷമതയേക്കാൾ സാമൂഹിക ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി.
2. കൃഷിയെ അവഗണിച്ചത് മാർക്കറ്റ് ഫെയിലിയറിനും ഒരു യുണൈറ്റ് സ്ട്രക്ചറൽ ജമ്പിനും കാരണമായി. 3. 10ാം പഞ്ചവത്സര പദ്ധതി ഒരു നിർണായകമായ നയപരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചു. 4. നയംസ് പോലുള്ള ആധുനിക നയങ്ങൾ സംയോജിത വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഈ പോയിന്റുകൾ ഓർത്തുവെക്കുക. അപ്പോ ഈ ഒരു ചരിത്രപരമായ പഠനത്തിൽ നിന്ന് നമുക്കൊരു ചിന്താവിഷയത്തോടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ കാണുന്ന മേക്ക് ഇൻ ഇന്ത്യ, PM കിസാൻ പോലുള്ള പദ്ധതികൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ അടിസ്ഥാനപരമായ ആസൂത്രണ വെല്ലുവിളികളെ എത്രത്തോളം പരിഹരിക്കുന്നുണ്ട്? ആ പഴയ പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ നയങ്ങൾ ശരിയായ ഉത്തരം നൽകുന്നുണ്ടോ? ഇതൊരു നല്ല അനാലിറ്റിക്കൽ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആലോചിക്കണം. അത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് കൂടുതൽ ആഴം നൽകും. ഇന്ത്യൻ ഇക്കണോമിയിലെ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്. നമുക്കറിയാം, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ ഒരു കോർ ഏരിയയാണിത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ വികസനത്തിന് അടിത്തറയിട്ട ഈ ആസൂത്രണ പ്രക്രിയ, അത് നേരിട്ട രാഷ്ട്രീയവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ, പിന്നെ അതിനെ തുടർന്നുണ്ടായ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് വിശദമായി തന്നെ വിശകലനം ചെയ്യാം. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. വളരെ നല്ല സാമ്പത്തിക ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ ഈ പ്ലാനിംഗ് പ്രക്രിയയെ രാഷ്ട്രീയപരമായ താൽപ്പര്യങ്ങൾ എങ്ങനെയാണ് പലപ്പോഴും അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ചത് എന്ന് നമുക്ക് വിമർശനാത്മകമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ആസൂത്രണത്തിൽ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ് നടന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട ചില വശങ്ങളാണിത്. മെയിൻസ് പരീക്ഷയുടെ ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിവ. ഒന്നാമത്തേത് പൊളിറ്റിസൈസേഷൻ ഓഫ് ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ഫണ്ട് വിതരണത്തിലെ രാഷ്ട്രീയം. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി കാരണം പദ്ധതികൾക്ക് തുടർച്ചയില്ലാത്തതായത്. മൂന്നാമതായി പോപ്പുലിസം അല്ലെങ്കിൽ ജനപ്രിയ നയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. നാലാമത് ഇത് കാരണം റീജിയണൽ ഇനീക്വാലിറ്റി വർദ്ധിച്ചത്. അഞ്ചാമത് സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മിസ്യൂസ്. അവസാനമായി സെൻട്രലൈസേഷനും ഫെഡറലിസവും തമ്മിലുള്ളൊരു സംഘർഷം. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അവരുമായി യോജിപ്പുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നൊരു പ്രവണത അക്കാലത്ത് നിലനിന്നിരുന്നു. ഇത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫിസ്ക്കൽ ഫെഡറലിസം എന്ന തത്വത്തിനെതിരായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വിതരണത്തിൽ പലപ്പോഴും വിവേചനം നേരിടേണ്ടി വന്നു. ഇത് രാജ്യത്തിന്റെ സമതുലിതമായ വികസനത്തെ വളരെ മോശമായി ബാധിച്ചു. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എങ്ങനെയാണ് ആസൂത്രണത്തെ തടസ്സപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ടൈം ലൈൻ. നോക്കൂ, 1978 അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെന്റ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന 5ാം പഞ്ചവത്സര പദ്ധതി ഒരു വർഷം മുൻപേ നിർത്തിക്കളഞ്ഞു. പകരം അവർ റോളിംഗ് പ്ലാൻ എന്നൊരു പുതിയ ആശയം കൊണ്ടുവന്നു. എന്നാൽ 1980 കോൺഗ്രസ് തിരികെ അധികാരത്തിൽ വന്നപ്പോൾ ഈ റോളിംഗ് പ്ലാൻ ഉപേക്ഷിച്ച് 6ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി. ഇത്തരം അധികാരമാറ്റങ്ങൾ കാരണം പോളിസി കണ്ടിന്യൂറ്റി ഇല്ലാതായി. ഇത് ദീർഘകാല വികസന ലക്ഷ്യങ്ങളെ തകിടം മറിച്ചു. 4ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ആസൂത്രണത്തിൽ പോപ്പുലിസ്റ്റ് പോളിസീസ് ശക്തി പ്രാപിച്ചു തുടങ്ങിയത്. ഇതിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾക്ക് പകരം പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ലക്ഷ്യമിട്ടുള്ള സബ്സിഡികൾ പോലുള്ള നയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇത് ആസൂത്രണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വലിയൊരു വ്യതിചലനത്തിന് കാരണമായി. ഇപ്പോൾ നമ്മൾ 3ാം ഭാഗത്തേക്ക് നീങ്ങുകയാണ്. രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ മാത്രമല്ല, ആസൂത്രണത്തിനായി നമ്മൾ സ്വീകരിച്ച സാമ്പത്തിക തന്ത്രങ്ങളിൽ തന്നെ ചില അടിസ്ഥാനപരമായ പിഴവുകൾ ഉണ്ടായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഡെഫിസിറ്റ് ഫൈനാൻസിംഗ്. എന്താണിത് എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. സർക്കാരിന്റെ വരുമാനത്തേക്കാൾ ചെലവ് കൂടുമ്പോൾ ഒരു ബജറ്റ് കമ്മിയുണ്ടാകുമല്ലോ. ഇത് നികത്താൻ പ്രധാനമായും 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, കേന്ദ്ര ബാങ്കിൽ നിന്ന്, അതായത് RBIയിൽ നിന്ന് കടം വാങ്ങുക. 2, പുതിയ കറൻസി അച്ചടിച്ചിറക്കുക. ഈ രീതിയെയാണ് നമ്മൾ ഡെഫിസിറ്റ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. വൻകിട പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ സർക്കാർ ഈ മാർഗം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ അമിതമായ ഡെഫിസിറ്റ് ഫിനാൻസിംഗ് ഒരു വിഷ്യസ് സൈക്കിൾ അഥവാ ഒരു ദുഷിച്ച വലയം സൃഷ്ടിച്ചു. ഇതിലെ ഓരോ ഘട്ടവും ശ്രദ്ധിച്ചു മനസ്സിലാക്കാം. സ്റ്റെപ്പ് 1, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി സർക്കാർ ഭീമമായ തുക ചെലവഴിക്കുന്നു. സ്റ്റെപ്പ് 2, ഇതിന് പണം കണ്ടെത്താനായി അമിതമായി കറൻസി അച്ചടിക്കുന്നു, അതായത് ഡെഫിസിറ്റ് ഫിനാൻസിംഗ് നടത്തുന്നു. സ്റ്റെപ്പ് 3, ഇത് സമ്പദ്വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് അല്ലെങ്കിൽ മണി സപ്ലൈ വല്ലാതെ വർദ്ധിപ്പിക്കുന്നു. സ്റ്റെപ്പ് 4, തന്മൂലം ഉയർന്ന ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു. ഇത് സാധാരണക്കാരുടെ വാങ്ങൽ ശേഷിയെ കാര്യമായി തന്നെ ഇല്ലാതാക്കി. ബാങ്ക് ദേശസാൽക്കരണം പോലുള്ള നയങ്ങളുടെ മറ്റൊരു പ്രത്യാഘാതമായിരുന്നു ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ്. ഇത് ലളിതമായി പറഞ്ഞാൽ ബാങ്കുകളിൽ വായ്പയായി നൽകാൻ കഴിയുന്ന പണത്തിന് ഒരു പരിധിയുണ്ട്. സർക്കാർ അതിന്റെ പദ്ധതികൾക്കായി
ഈ പണത്തിൽ നിന്ന് വലിയൊരു ഭാഗം വായ്പയെടുത്തപ്പോൾ സ്വകാര്യ മേഖലയിലെ സംരംഭകർക്ക് നിക്ഷേപം നടത്താൻ ആവശ്യമായ പണം കിട്ടാതെയായി. അതായത് സർക്കാർ വായ്പകൾ സ്വകാര്യ നിക്ഷേപങ്ങളെ പുറന്തള്ളി, അഥവാ ക്രൗഡഡ് ഔട്ട് ചെയ്തു. ഇത് രാജ്യത്തിന്റെ മൊത്തമുള്ള വ്യാവസായിക വളർച്ചയെ മന്ദഗതിയിലാക്കാൻ ഒരു കാരണമായി. സർക്കാരിന്റെ ചെലവുകളെ നമുക്ക് പ്രധാനമായും പ്ലാൻ എക്സ്പെൻഡിച്ചറെന്നും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറെന്നും രണ്ടായിട്ട് തിരിക്കാം. വികസന പദ്ധതികൾക്കായി നീക്കിവെക്കുന്നതാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. എന്നാൽ സബ്സിഡികൾ, ശമ്പളം, പലിശ തിരിച്ചടവ് തുടങ്ങിയ ദൈനംദിന ചെലവുകളാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. കാലം പോകുന്തോറും ഈ നോൺ പ്ലാൻ ചെലവുകൾ ഭീമമായി വർദ്ധിച്ചു. ബജറ്റിന്റെ ഒരു സിംഹഭാഗവും ഇതിനായി നീക്കിവെക്കേണ്ടി വന്നപ്പോൾ യഥാർത്ഥ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തൊരവസ്ഥയുണ്ടായി. ഇത് രാജ്യത്തെ ഒരു ധനപരമായ കിണിയിലേക്കാണ് നയിച്ചത്. ഇതിലും ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു റവന്യൂ ഡെഫിസിറ്റ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, പുതിയ ആസ്തികൾ, അതായത് റോഡോ പാലമോ ഉണ്ടാക്കാൻ മാത്രമല്ല, സർക്കാരിന്റെ ദൈനംദിന ഉപഭോഗ ചെലവുകൾക്ക്, ഉദാഹരണത്തിന് ശമ്പളം കൊടുക്കാൻ പോലും കടം വാങ്ങേണ്ട ഒരവസ്ഥ വന്നു. ഇത് സാമ്പത്തികമായി ഒട്ടും സുസ്ഥിരമല്ലാത്തൊരു രീതിയായിരുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർബലമാക്കുകയും കടക്കിണി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഇന്ത്യയെ 1991 ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. അത് രാജ്യത്തിന്റെ നയങ്ങളിൽ എന്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്കാണ് കാരണമായതെന്നും നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവ്. ഈ ടൈം ലൈനിലെ നാഴികക്കല്ലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1991 വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ അതുവരെ പിന്തുടർന്ന അടഞ്ഞ സമ്പദ്വ്യവസ്ഥയിൽ നിന്നും മാറി LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ പരിഷ്കാരങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് 2003 സർക്കാരിന്റെ ധനപരമായ അച്ചടക്കം നിയമപരമായി ഉറപ്പാക്കാൻ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്, അഥവാ FRBM ആക്ട് പാസാക്കി. ഒടുവിൽ 2015 കേന്ദ്രീകൃത ആസൂത്രണത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കാനായി പ്ലാനിംഗ് കമ്മീഷന് പകരമായി നിതി ആയോഗ് നിലവിൽ വന്നു. പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് മെയിൻസിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗവും തമ്മിലുള്ള വ്യത്യാസം. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന പങ്ക്. എന്നാൽ നീതി ആയോഗ് ഒരു ബോട്ടം അപ്പ് സമീപനമാണ് സ്വീകരിക്കുന്നത്. അതായത് താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതൊരു ഉപദേശക സമിതി, അഥവാ ഒരു അഡ്വൈസറി തിങ്ക് ടാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫണ്ട് വിതരണം ചെയ്യുന്നതിനു പകരം നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി ഒരു പങ്കാളിയായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവസാനമായി പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചുരുക്കി പറയാം. പ്രിലിംസിനു വേണ്ടി ഈ കാര്യങ്ങൾ നിർബന്ധമായും ഓർത്തുവെക്കണം. പ്രധാനപ്പെട്ട സാങ്കേതിക പദങ്ങൾ: റോളിംഗ് പ്ലാൻ, ഡെഫിസിറ്റ് ഫിനാൻസിംഗ്, ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ്, റവന്യൂ ഡെഫിസിറ്റ്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്രധാനപ്പെട്ട വർഷങ്ങൾ 1978, 1991, 2003, പിന്നെ 2015. അതുപോലെ പൊളിറ്റിസൈസേഷൻ ഓഫ് പ്ലാനിംഗ്, ടോപ്പ് ഡൗൺ വേഴ്സസ് ബോട്ടം അപ്പ് അപ്രോച്ച് തുടങ്ങിയ ആശയങ്ങളും വളരെ നിർണായകമാണ്. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അനലിറ്റിക്കലാവണം. ഉദാഹരണത്തിന്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി പദ്ധതികളെ എങ്ങനെ ബാധിച്ചു എന്ന് വിമർശനാത്മകമായി വിലയിരുത്താൻ ചോദിക്കാം. തെറ്റായ സാമ്പത്തിക തന്ത്രങ്ങൾ 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രതിസന്ധിയിലേക്ക് നയിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടാം. പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പശ്ചാത്തലത്തിൽ താരതമ്യം ചെയ്യാൻ പറയാം. അതുപോലെ കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ചിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യത്തോടെയാണ്. നിതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്ന ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന മാതൃകയ്ക്ക് കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആഴത്തിൽ വേരൂന്നിയ പാരമ്പര്യത്തെയും അത് സൃഷ്ടിച്ച രാഷ്ട്രീയ വെല്ലുവിളികളെയും ശരിക്കും മറികടക്കാൻ കഴിയുമോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മെയിൻസ് പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് തീർച്ചയായും സഹായകമാകും. നന്ദി. ഇന്ത്യൻ എക്കണോമിക് പോളിസിയാണ്. ഇതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ 2 പ്രധാനപ്പെട്ട സമീപനങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നും പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ അവയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ഒരു ഘടന ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ സാമ്പത്തിക നയങ്ങളിലുള്ള ഒരു ഡ്യുവാലിറ്റി, അതായത് ഇതിൽ 2 തരം സമീപനങ്ങളെപ്പറ്റി സംസാരിക്കും. പിന്നീട് അതിൽ ഓരോന്നിലേക്കും നമ്മൾ കടക്കും. അതായത് എന്താണ് ലോങ് ടേം പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നും എന്തൊക്കെയാണ് ഷോർട്ട് ടേം വെൽഫെയർ പോളിസീസ് എന്നും നമ്മൾ വിശദമായി നോക്കും.
അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1991-ലെ ഇക്കണോമിക് റിഫോംസിന്റെ സമയത്ത് ഈ രണ്ട് പോളിസികളും എങ്ങനെ ഒരുമിച്ചു വന്നു, എങ്ങനെയാണ് അവ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ വിശകലനം ചെയ്യും. അവസാനം ഇതെല്ലാം പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് നോക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദ ഡ്യുവാലിറ്റി ഓഫ് ഇക്കണോമിക് പോളിസി. നോക്കൂ, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം, അതായത് ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായി രണ്ട് സമീപനങ്ങളുണ്ട്. ഈ രണ്ട് സമീപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ വിഷയത്തിന്റെ ഒരു കാതൽ നമുക്ക് പിടികിട്ടും. ഈ രണ്ട് പോളിസികളെയും നമുക്ക് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് കാണാം. അങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു വശത്ത് ലോങ് ടേം പോളിസി. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. അതായത് രാജ്യത്തിന്റെ ഉൽപ്പാദനശേഷി, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ഇതെല്ലാം ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുക. ഇനി മറുവശത്തെന്താണ്? അതാണ് ഷോർട്ട് ടേം പോളിസി. ഇതിന്റെ ലക്ഷ്യം വളരെ പെട്ടെന്നുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫ്, അതായത് ഒരു അടിയന്തര ആശ്വാസം കൊടുക്കുക, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. ഇതാണ് ഇതിന്റെ ഫോക്കസ്. ഓക്കെ, അപ്പൊ നമുക്കിതിലെ ആദ്യത്തെ പോളിസിയെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. അതായത് ലോങ് ടേം പോളിസി. ഇതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്. എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം? സ്വയം പര്യാപ്തമായ, അതായത് സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ഇന്ത്യയെ കെട്ടിപ്പടുക്കുക. അതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോ എന്താണ് ഈ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും 5 ഇയർ പ്ലാൻസിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? എന്നാൽ ഇത് അതിനു മുകളിലുള്ള ഒരു കാര്യമാണ്. ഇതൊരു 15 മുതൽ 20 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം ഫ്രെയിംവർക്കാണ്. അപ്പോൾ ഓരോ 5 ഇയർ പ്ലാനും ഈ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഓരോരോ ചവിട്ടുപടികൾ മാത്രമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ സമ്പദ്വ്യവസ്ഥയുടെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നിർണായകമായൊരു പോയിന്റ് ഉണ്ട്. ഈ പോളിസിയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സെൽഫ് ഡിപ്പെൻഡൻസ് ആണ്. നമ്മളിപ്പോ ആത്മനിർഭരത എന്നൊക്കെ കേൾക്കാറില്ലേ? അതുതന്നെ. ഇതിന്റെ കാതലായ ആശയം എന്താന്ന് വെച്ചാൽ ആളുകളെ വെറുതെ സബ്സിഡി കൊടുത്ത് സഹായിക്കുന്ന ഒരു സബ്സിഡി ലെഡ് മോഡലിൽ നിന്ന് മാറി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന, അവരെ എംപവർ ചെയ്യുന്ന ഒരു എംപവർമെന്റ് ലെഡ് മോഡലിലേക്ക് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിയെടുക്കുക എന്നതാണ്. ശരി, ഈ ഒരു ലോങ് ടേം വിഷനിലേക്ക് എത്താൻ വേണ്ടി ഗവൺമെന്റ് പ്രധാനമായും 4 തൂണുകളിലാണ്, അല്ലെങ്കിൽ 4 മേഖലകളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പോവർട്ടി ആലിവിയേഷൻ ആൻഡ് ജോബ് ക്രിയേഷൻ. ദാരിദ്ര്യം കുറയ്ക്കുക, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. ഇതെന്തിനാ? ഇത് ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കും, അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അത് ഇക്കണോമിക് ഗ്രോത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കും, അല്ലേ? രണ്ടാമത്തേത് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ. ഇത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് അത്യാവശ്യമാണ്. തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. മൂന്നാമതായി വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ITI പോലെയുള്ള സ്ഥാപനങ്ങൾ വഴി വിദ്യാഭ്യാസത്തെ തൊഴിലുമായി ബന്ധിപ്പിക്കുക. അതുവഴി തൊഴിലില്ലായ്മ കുറയ്ക്കാം. നാലാമത്തേത് സ്കിൽ ഇന്ത്യ പോലെയുള്ള വലിയ ഇനിഷ്യേറ്റീവ്സ്. നമ്മുടെ രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ ശരിയായി ഉപയോഗിക്കണമെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. മുൻപ് നമുക്ക് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു മോണലിത്തിക് 5 ഇയർ പ്ലാൻ എന്ന രീതിയിൽ നിന്നൊക്കെ മാറി നീതി ആയോഗ് വന്നപ്പോൾ ഈ ലോങ് ടേം വിഷനെ കുറച്ചുകൂടി പ്രായോഗികമായൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിലെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചു. ഒന്ന്, 15 വർഷത്തേക്കുള്ളൊരു വിഷൻ ഡോക്യുമെന്റ്. ഇതാണ് വലിയ കാഴ്ചപ്പാട്. പിന്നെ അതിനെ നടപ്പിലാക്കാനായി 7 വർഷത്തെ ഒരു സ്ട്രാറ്റജി. അതിനുശേഷം പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കായി ഒരു 3 ഇയർ ആക്ഷൻ അജണ്ട. ഇതിന്റെ ഗുണമെന്താ? ആ വലിയ ലക്ഷ്യത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മീഡിയം ടേം, ഷോർട്ട് ടേം ടാർഗറ്റുകളായിട്ട് മാറ്റാൻ പറ്റി. ഇത് ഇംപ്ലിമെന്റേഷനും മോണിറ്ററിംഗുമൊക്കെ ഒരുപാട് എളുപ്പമാക്കി. ഈയൊരു ലോങ് ടേം ചിന്താഗതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് വേറെയും പല നിർണായക മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ നോക്കാം. PMGKY എന്ന പദ്ധതി, അത് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതാണ്. പക്ഷേ അതിനുശേഷവും അത് തുടരുന്നത് ഫുഡ് സെക്യൂരിറ്റിയോടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ 2070ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻസ് എന്ന ലക്ഷ്യം, ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കുള്ള ഇന്ത്യയുടെ വളരെ വലിയൊരു ചുവടുവെപ്പാണ്. വേറൊരു ഉദാഹരണം പ്രൈസ് സ്റ്റെബിലിറ്റി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി ഡേറ്റാ സിസ്റ്റംസ് മെച്ചപ്പെടുത്തുന്നതും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിളകൾ വികസിപ്പിക്കുന്നതുമെല്ലാം പണപ്പെരുപ്പത്തിന്റെ സപ്ലൈ സൈഡ് പ്രശ്നങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ലോങ് ടേം പോളിസീസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ആ നാണയത്തിന്റെ മറ്റേ വശത്തേക്ക് പോകാം.
അതായത് രണ്ടാമത്തെ വിഭാഗം ഷോർട്ട് ടേം വെൽഫെയർ പോളിസീസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അപ്പോ ഈ പോളിസികളുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ, അതായത് വൾണറബിൾ, മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾക്ക് ബെയർ മിനിമംസ് ഉറപ്പാക്കുക എന്നതാണ്, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. ഇത് നടപ്പിലാക്കുന്നത് പ്രധാനമായും സെൻട്രലി സ്പോൺസർഡ് സ്കീംസ് വഴിയാണ്. എന്താണ് ഈ സെൻട്രലി സ്പോൺസർഡ് സ്കീംസ്? ഇതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് ഒരു നിശ്ചിത അനുപാതത്തിൽ ഫണ്ട് ഷെയർ ചെയ്താണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന മേഖലയെടുത്താൽ അതിലെ പ്രധാനപ്പെട്ട ഷോർട്ട് ടേം പദ്ധതികളാണ് അന്നപൂർണ സ്കീം, ആന്ത്യോദയ അന്ന യോജന, പിന്നെ സ്കൂളുകളിലെ മിഡ് ഡേ മീൽ സ്കീമൊക്കെ. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം വന്നത് 2013-ലാണ്. 2013-ലെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതായത് NFSA വന്നതോടുകൂടി ഇതെല്ലാം വെറും പദ്ധതികൾ എന്നതിലുപരി ഒരു ലീഗൽ എൻടൈറ്റിൽമെന്റായി മാറി, അതായത് ഒരു നിയമപരമായ അവകാശം. ഇത് ഫുഡ് സെക്യൂരിറ്റിക്ക് ഒരു റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് നൽകി എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. ഇതേപോലൊരു സമീപനം നമുക്ക് ആരോഗ്യ, ശുചിത്വ മേഖലകളിലും കാണാൻ പറ്റും. നാഷണൽ ഹെൽത്ത് മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ് പോലെയുള്ള പദ്ധതികൾ ഹെൽത്ത് കെയർ ആക്സസ് കൂട്ടാൻ സഹായിക്കുന്നു. എന്നാൽ സ്വച്ഛ് ഭാരത് അഭിയാൻ, ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിൻ പോലുള്ളവ പ്രിവെന്റൽ ഹെൽത്ത് കെയറിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതായത് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ നോക്കുക എന്നതിലാണ് ഫോക്കസ്. ഈ പദ്ധതികളെയെല്ലാം സാധാരണ ജനങ്ങളിലേക്ക്, അതായത് ഗ്രാസ് റൂട്ട്സ് ലെവലിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ആശാ പ്രവർത്തകർ, അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്സ്, വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇനി മറ്റു ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം നോക്കാം. ഇവിടെയും ഷോർട്ട് ടേം വെൽഫെയർ പോളിസീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് പാർപ്പിടം. അതിനായി ഇന്ദ്ര ആവാസ് യോജന, രാജീവ് ആവാസ് യോജന പോലുള്ള പദ്ധതികളുണ്ട്. കുടിവെള്ളത്തിനായി നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോഗ്രാം. വിദ്യാഭ്യാസത്തിന് സർവശിക്ഷാ അഭിയാൻ, RMSA മോഡൽ സ്കൂൾ സ്കീം. ഇവയെല്ലാം തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് മെച്ചപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പെട്ടെന്നുള്ള ഇടപെടലുകളാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ഷോർട്ട് ടേം ഇടപെടലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന ലോങ് ടേം ലക്ഷ്യത്തിന് അടിത്തറ പാകുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും ഷോർട്ട് ടേം പോളിസീസിനെ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട പോരായ്മകളുണ്ട്. ഒന്നാമത്തേത്, ഇവയെല്ലാം സബ്സിഡി ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് വലിയൊരു ഫിസ്ക്കൽ ബേർഡൻ ഉണ്ടാക്കുന്നു. ഇത് സർക്കാരിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂട്ടും. അപ്പോ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള പണം കുറയും. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഗുണഭോക്താക്കളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് പകരം ഒരു ഡിപെൻഡൻസി കൾച്ചർ, അതായത് ഒരു ആശ്രിത മനോഭാവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ലോങ് ടേം ഗ്രോത്തിന് ഒരു തടസ്സമായി മാറാനും മതി. അപ്പൊ നമ്മൾ രണ്ട് തരം പോളിസികളെ പറ്റി പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇവ രണ്ടും എങ്ങനെ ഒരുമിച്ച് ഫലപ്രദമായി ഉപയോഗിക്കാം? ഇതിനൊരു ക്ലാസിക് കേസ് സ്റ്റഡി തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ. അതാണ് 1991-ലെ ഇക്കണോമിക് റിഫോംസ്. ഇതതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. 1991-ലെ ആ ഒരു സാഹചര്യം നമുക്കോർക്കാം. ഇന്ത്യ അന്ന് വളരെ കടുത്തൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രതിസന്ധിയിലായിരുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി ഗവൺമെന്റ് ഒരേ സമയം രണ്ട് തലത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഷോർട്ട് ടേമില് അടിയന്തരമായി ചെയ്തത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സാണ്. രൂപയുടെ ഡീവാല്യുവേഷൻ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ, ഇമ്പോർട്ട് കംപ്രഷൻ, ഇതൊക്കെയായിരുന്നു അതിൽ പ്രധാനം. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഇമ്മീഡിയറ്റ് ക്രൈസിസ് മാനേജ്മെന്റ്. അതേസമയം തന്നെ ലോങ് ടേമിലേക്ക് വേണ്ടി സ്ട്രക്ചറൽ റീഫോംസും നടപ്പിലാക്കി. ഇൻഡസ്ട്രികളിലെ ഡീലൈസൻസിംഗ്, ട്രേഡ് ലിബറലൈസേഷൻ, പബ്ലിക് സെക്ടറിലും ഫൈനാൻഷ്യൽ സെക്ടറിലുമുള്ള പരിഷ്കാരങ്ങൾ, ഇവയെല്ലാം അതിലുൾപ്പെടുന്നു. ഇതിന്റെ ലക്ഷ്യം നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ എഫിഷ്യൻസി കൂട്ടി ഇന്റർനാഷണൽ കോമ്പറ്റിറ്റീവ്നെസ് മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഈ രണ്ട് സമീപനങ്ങളും ഒരുമിച്ച് ചേർന്നതിന്റെ ഫലമാണ് നമ്മൾ ഇന്നും പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ LPG മോഡൽ. ശരി, അപ്പം നമ്മൾ ഈ വിഷയത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് സംഗ്രഹിക്കാം. അതിനേക്കാൾ പ്രധാനമായി ഈ ആശയങ്ങൾ നിങ്ങളുടെ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടി നോക്കാം.
ഈ കാണുന്ന ടേബിൾ നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും. ഇത് 2 പോളിസികളെയും കൃത്യമായി താരതമ്യം ചെയ്യുന്നു. ഇതിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലോങ് ടേം പോളിസി അതിന്റെ സ്വഭാവം ഡെവലപ്മെന്റലാണ്, അത് ക്യാപിറ്റൽ ഫോർമേഷനിലാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഷോർട്ട് ടേം പോളിസിയുടെ സ്വഭാവം എവീലറേറ്റീവാണ്, അതായത് താൽക്കാലിക ആശ്വാസം നൽകുക. അതിന്റെ ഫോക്കസ് കൺസംഷൻ സപ്പോർട്ടിലാണ്. അതുപോലെ തന്നെ ലോങ് ടേം പോളിസിയുടെ ഒരു പോരായ്മ അതിന്റെ ലോങ് ജെസ്റ്റേഷൻ പീരീഡ് ആണെങ്കിൽ ഷോർട്ട് ടേം പോളിസിയുടേത് ഹൈ ഫിസ്ക്കൽ ബേർഡനാണ്. ഈ വ്യത്യാസങ്ങൾ ഓർത്തുവെക്കണം. ഇനി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായും ഓർക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, പേഴ്സ്പെക്റ്റീവ് പ്ലാനിംഗ്, വെൽഫെയർ പോളിസീസ്. ഈ വാക്കുകളുടെ കൃത്യമായ നിർവചനങ്ങൾ മനസ്സിലാക്കുക. 2, ഓരോ പോളിസിയുടെ കീഴിലും വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദാഹരണങ്ങൾ കൃത്യമായി പറയാൻ അറിഞ്ഞിരിക്കണം. 3, ഒരു ലോങ് ടേം ലക്ഷ്യവും ഷോർട്ട് ടേം ലക്ഷ്യവും തമ്മിൽ എങ്ങനെ പരസ്പരം പൂരകങ്ങളാകുന്നു എന്ന് വിശകലനം ചെയ്യാനുള്ള കഴിവ് വേണം. 4, ഷോർട്ട് ടേം നയങ്ങളുടെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, അതായത് ഫിസ്ക്കൽ ബേർഡൻ, അതിന്റെ പരിമിതികൾ, ഇതിനെയെല്ലാം വിമർശനാത്മകമായി വിലയിരുത്താൻ പഠിക്കണം. ഏറ്റവും പ്രധാനമായി ഈ ആശയങ്ങളെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇക്കണോമിക് റിഫോംസ് പോലുള്ള വലിയ വിഷയങ്ങളുമായി കണക്ട് ചെയ്ത് ഉത്തരമെഴുതാൻ പരിശീലിക്കുക. അവസാനമായി നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷന് സഹായകമായ ഒരു ചോദ്യം നൽകിക്കൊണ്ട് നമുക്ക് ഈ വിശകലനം അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: ഷോർട്ട് ടേം വെൽഫെയർ പോളിസീസ് ഒരു നെസസറി സേഫ്റ്റി നെറ്റായി പ്രവർത്തിക്കുന്നു, എന്നാൽ സസ്റ്റൈനബിൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ യഥാർത്ഥ എഞ്ചിൻ എന്നത് ലോങ് ടേം പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ആണ്. 1991 ശേഷമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവനയെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. ഈ ചോദ്യത്തെപ്പറ്റി നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ അനാലിറ്റിക്കൽ സ്കിൽസ് ഒരുപാട് മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം.